മാവേലിക്കര നഗരസഭയ്ക്ക് മുന്നിൽ ഇന്ന് വൈകിട്ടുണ്ടായ വലിയ അഗ്നിബാധയുടെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കാവിൽ നിന്ന് പടർന്ന തീയെ അടഞ്ഞുകിടന്ന 3 കടകളിലേക്കും വ്യാപിക്കുകയായിരുന്നു. വൈകിട്ട് 5:30ഓടെയായിരുന്നു സ്ഥലത്ത് അഗ്നിബാധ ഉണ്ടായത്. കഴിഞ്ഞ കാലവർഷത്തിൽ ശക്തമായ കാറ്റിനെ തുടർന്ന് ഇടശ്ശേരിയിൽ കാവിലെ മരം ഒടിഞ്ഞു വീണിരുന്നു. കടകൾക്ക് മുകളിൽ കിടന്നിരുന്ന ഇതിന്റെ ശിഖരങ്ങളിലേക്ക് തീ പടർന്നു പിടിച്ചാണ് കടകൾ കത്തി നശിക്കാൻ കാരണമായത്. മാവേലിക്കരയിൽ നിന്നെത്തിയ 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘമാണ് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നത്. അഗ്നിബാധ ഉണ്ടായപ്പോൾ തന്നെ KEB വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു. കടമുറിക്കുള്ളിലേക്കും തീ പടർന്നിട്ടുണ്ട്. അടഞ്ഞുകിടന്ന കടമുറികളുടെ താഴുകൾ കട്ടർ ഉപയോഗിച്ച് മുറിച്ചു മാറ്റിയ ശേഷം അകത്തേക്ക് വെള്ളം ഒഴിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആസാദ് ടൈംസ്, BMS ഓഫീസ്, മുൻപ് ഹോട്ടൽ പ്രവർത്തിച്ചിരുന്ന കടമുറി എന്നിവയാണ് ഇപ്പോൾ കത്തുന്നത്. കഴിഞ്ഞ കാലവർഷത്തിൽ കാവിനുള്ളിൽ നിന്ന് മരങ്ങൾ കടപുഴകി കെട്ടിടങ്ങളുടെ മുകളിലേക്ക് വീണ് കിടന്നിരുന്നത് കാരണം കെട്ടിടങ്ങൾ 3ഉം അടഞ്ഞു കിടക്കുകയായിരുന്നു. BMS ഓഫീസിലെ കസേരകൾ, മേശ, ഫാൻ എന്നിവയും ആസാദ് ടൈംസിലെ മേശ, കസേര, മറ്റുപകരണങ്ങൾ എന്നിവയും കത്തി നശിച്ച നിലയിലാണ് കാണപ്പെടുന്നത്. കെട്ടിടത്തിന്റെ തടി കൊണ്ടുള്ള മേൽക്കൂര പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. കാവിന്റെ കുറച്ച് ഭാഗങ്ങളിലും തീ പടർന്നു പിടിച്ചതായി കാണാം. റോഡരികിലെ പാഴ്മരത്തിന്റെ ചുവട്ടിൽ നിന്നാണ് തീ പടർന്നു പിടിച്ചതെന്നും ആരെങ്കിലും അവിടെ തീ കത്തിച്ചതാകാം എന്നുമാണ് ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ കോൺഗ്രസ് ചെയർമാൻ, വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് നടന്ന ആഘോഷങ്ങളുടെ ഭാഗമായി ഈ ഭാഗത്ത് മാലപ്പടക്കം പൊട്ടിച്ചിരുന്നു. ഇതിൽ നിന്നുള്ള തീപ്പൊരിയാണോ അപകടത്തിന് കാരണമായതെന്നും സംശയിക്കുന്നുണ്ട്. 1 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ അഗ്നിബാധ ഏതാണ്ട് പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.